എം.ടി. വാസുദേവൻ നായർ. രണ്ടാം ഊഴം. ഭാഗം 6. അഭ്യാസക്കാഴ്ചയുടെ ദിവസം നിശ്ചയിച്ച മുതൽക്ക് ചെറുപ്പക്കാർ കൂടുന്നിടത്തെല്ലാം അരങ്ങേറ്റത്തെ പറ്റിയായിരുന്നു സംസാരം. കളം നിശ്ചയിച്ച് സ്ഥലബലി നടത്തി. കാഴ്ചപ്പുരകൾ ഉയർന്നു. നാളും പക്കവും നിശ്ചയിച്ച വിവരം അർജുനനാണ് എന്നോട് ആദ്യം പറയുന്നത്. തൻ്റെ അരങ്ങേറ്റത്തിനു വേണ്ടിയാണ് ഈ ആഘോഷമൊക്കെ എന്ന് തോന്നും അനുജൻ്റെ ആവേശം കണ്ടാൽ. മുതിർന്നപ്പോൾ അവൻ്റെ കറുപ്പു നിറത്തിൽ നീലഛായ കലർന്നു. കൂടുതൽ ഉയരം വെച്ചിരിക്കുന്നു. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആരും അവനെ വീണ്ടും നോക്കിപ്പോവും. നകുലനും സഹദേവനുമാണ് കാഴ്ചയ്ക്ക് സുന്ദരന്മാർ. തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി നകുലന് ആവശ്യത്തിലേറെ അഭിമാനമുണ്ട്. തെളിവെള്ളവും ലോഹക്കണ്ണാടിയും അടുത്ത് കിട്ടിയാൽ സ്വന്തം മുഖം നോക്കി രസിക്കുന്നത് അവനൊരു പ്രിയപ്പെട്ട വിനോദമാണ്. അർജുനൻ്റെ മുഖത്ത് പൗരുഷത്തിൻ്റെ നനുത്ത രോമങ്ങൾ കാണാൻ തുടങ്ങിയിരുന്നു. പക്ഷേ തൻ്റെ വേഷത്തെയും ആഭരണങ്ങളെപ്പറ്റിയും അർജുനൻ ശ്രദ്ധിക്കാറില്ല. ദ്രോണാചാര്യൻ വന്നതറിഞ്ഞ് അയൽനാടുകളിൽ നിന്ന് രാജകുമാരന്മാർ ഹസ്തനപുരത്ത് താമസിച്ചു പഠിക്കാനെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ ഒന്നാമൻ അർജുനനാണെന്ന് പരക്കെ ആളുകൾ പുകഴ്ത്തി. വലിയ ആയുധപുരകളുടെ അങ്കണത്തിൽ അർജുനൻ അമ്പും വില്ലുമായി ഇറങ്ങുമ്പോൾ ജോലി നിർത്തിവെച്ച് പരിചാരകന്മാർ കൂടി ആരാധനയോടെ നോക്കി നിന്നു. ക്ഷണിക്കപ്പെട്ട രാജകുമാരന്മാർക്ക് പുറമെ നഗരവാസികൾ കൂടി കാഴ്ച കാണാനെത്തും. ആഡംബരങ്ങൾ കാട്ടി ആനപ്പുറത്ത് നിന്ന് അറിയിപ്പുകൾ വിളിച്ചു പറഞ്ഞു ദൂതന്മാർ നഗരത്തിൽ നടന്നു. ആയുധങ്ങൾ മിനുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അലസനായിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ അർജുനന് അത്ഭുതം തോന്നി. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഉദാസീനനായി മൂളി. അവൻ്റെ പ്രസരിപ്പ് നുര കത്തുന്നത് കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നി. പിന്നെ ഏകലവ്യൻ വരുമോ? അർജുനൻ്റെ മുഖം കൂടുതൽ കറുത്തു. നിഷാദ രാജാവിൻ്റെ പുത്രൻ ഏകലവ്യനെ വില്ലാളി ദ്രോണരുടെ ശിഷ്യനാണെന്ന് അവകാശപ്പെട്ടിരുന്നു. നായാട്ടിന് പോയപ്പോൾ അവൻ്റെ അസ്ത്രപാടവം കണ്ട് ദ്രോണരും അർജുനനും അമ്പരന്നു. ഒരിക്കൽ ശിഷ്യപ്പെടാൻ വന്ന അവനെ നിഷാദനായതുകൊണ്ട് ദ്രോണർ സ്വീകരിച്ചില്ല. കാട്ടിൽ സ്വയം പരിശീലനം നടത്തിയാണത്രേ അവൻ അർജുനനെ നാണിപ്പിക്കുന്ന കരബലവും കൈവേഗവും നേടിയത്. വന്നുകൊള്ളട്ടെ. അർജുനൻ നിസ്സാരഭാവം കാട്ടാൻ ശ്രമിച്ചു. പെരുവിരൽ പോയാൽ പിന്നെ അമ്പെയ്യാൻ കഴിയുമോ ആവോ? ഞാൻ മന്ദബുദ്ധിയെപ്പോലെ പറഞ്ഞു. നിഷാദനുമായി കണ്ടുമുട്ടിയ കഥ ആനപ്പന്തിയിലെ പരിചാരകർ പറഞ്ഞു കഴിയുമ്പോഴാണ് മറ്റൊരു സംഭവം കേൾക്കുന്നത്. ഉറങ്ങിക്കിടന്ന ഏകലവ്യനെ ആരോ ആക്രമിച്ചു. വലം കൈയിലെ പെരുവിരലുകൾ വെട്ടിയ ആക്രമികൾ ഇരുട്ടിൽ ഓടിമറഞ്ഞു. ചാരസംഘത്തിലെ ഒരു ഭടൻ പറഞ്ഞതാണ് ആനപ്പന്തിയിൽ ഈ വിഷയം അറിയുന്നത്. പിറ്റേന്ന് ഞങ്ങൾ ആയുധപുരയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ വാതിൽക്കൽ ഒരു വൃദ്ധൻ വന്നു. വനചാരനാണെന്ന് വേഷം കണ്ടാൽ അറിയാം. അശ്വത്ഥാമാവും അർജുനനും തമ്മിൽ പരിശീലനം നടത്തുകയായിരുന്നു. കാഴ്ചയ്ക്ക് നിഷാദനെങ്കിലും ഗോത്രമുഖ്യനാണെന്ന് തോന്നുന്ന വൃദ്ധനെ കണ്ട് വിവരമന്വേഷിക്കാൻ കൃപാചാര്യർ ചെന്നു. അവർ തമ്മിൽ പറഞ്ഞതെന്താണെന്ന് ഞങ്ങൾ കേട്ടില്ല. വൃദ്ധൻ കൊടുത്ത പൊതി വാങ്ങി തിരിച്ചു വന്ന കൃപാചാര്യർ അത് ദ്രോണർക്ക് നീട്ടി. എരുക്കില കൊണ്ടുള്ള പൊതി. അദ്ദേഹം പൊതി വാങ്ങിയപ്പോൾ ചോദ്യഭാവത്തിൽ കൃപാചാര്യരെ നോക്കി. നിഷാദൻ ഏകലവ്യൻ അങ്ങേക്ക് അയച്ചതാണെന്ന് പറഞ്ഞു. ഗുരുദക്ഷിണയായിട്ട് എന്തോ. ദ്രോണാചാര്യരുടെ മുഖം വിളറിയിരുന്നു. ഏകലവ്യൻ്റെ പേര് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ടായി. അർജുനൻ തൊട്ടടുത്ത് തിക്കിക്കയറി. അദ്ദേഹം നിസാരഭാവത്തിൽ ഇലപ്പൊതി തുറന്നു. പിന്നെ ശ്വാസം പൊടുന്നനെ വലിച്ചടക്കിയ ശബ്ദം മാത്രം പുറത്തു വന്നു. കാട്ടിലെ ശിഷ്യൻ മാനസഗുരുവിന് കൊടുത്തയച്ച ദക്ഷിണ കാണാൻ ഞങ്ങൾ തലനീട്ടി നോക്കിയപ്പോൾ ഇലപ്പൊതിയിൽ ചോര കട്ട പിടിച്ച ഒരു തള്ളവിരൽ. അതിൽ പിന്നെ ഏകലവ്യനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അർജുനൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇടം കൈയും നിഷാദന് വശമാണെന്ന് കേൾക്കുന്നല്ലോ. തിരിഞ്ഞു നിന്ന അർജുനൻ പറഞ്ഞു, നിഷാദന്മാർക്ക് വേണ്ടിയല്ല ഹസ്തനപുരത്തെ അഭ്യാസ കാഴ്ച. അർജുനൻ പോയപ്പോൾ ഞാൻ വെറുതെ ചിരിച്ചുപോയി. നിഷാദനെ ആക്രമിച്ചത് അർജുനൻ്റെ അറിവോടെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു വില്ലാളി വിദഗ്ധനാണെന്ന് കേട്ടാൽ അർജുനൻ, എൻ്റെ ഈ പ്രിയപ്പെട്ട അനുജൻ, അസ്വസ്ഥനാവുന്നത് എന്തിന്? ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവിനോടും അവന് അസൂയുണ്ട്. തനിക്ക് കിട്ടാത്ത പാഠങ്ങളും തന്ത്രങ്ങളുമൊക്കെ ഗുരു പുത്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു.
ദ്രോണർക്കു വേണ്ടി ഭീഷ്മാചാര്യൻ ഒരു സജീവനെ സ്ഥലം മാറ്റി ഒരുക്കിക്കൊടുത്ത മന്ദിരത്തിൽ തന്നെയാണ് ഒഴിവു സമയം മുഴുവൻ അർജുനൻ. ഗുരു ശുശ്രൂഷയാണെന്നാണ് ഞങ്ങളോട് പറയുന്നത്. ദ്രോണാചാര്യരെ പറ്റി എനിക്കെന്നും അത്ഭുതമായിരുന്നു. ഓരോ ശിഷ്യനും എത്രത്തോളം എത്തണമെന്ന് അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതാണ് എന്ന് തോന്നും. അശ്വത്ഥാമാവ് അർജുനനേക്കാൾ മുമ്പിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ദുര്യോധനൻ്റെ കൂടെ വന്നു പഠിക്കാൻ കർണനെ അനുവദിച്ചിരുന്നു. ഗുരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഉടനെ സൂതപുത്രനാണെന്ന കാര്യം ഓർമ്മിപ്പിച്ച് അകന്നു നിൽക്കാൻ കൽപ്പിച്ചു. എൻ്റെ രഥപാഠങ്ങൾക്കിടയ്ക്ക് എന്നേക്കാൾ മുമ്പ് ആരംഭിച്ച യുധിഷ്ഠിരനേക്കാൾ ഞാൻ വിദഗ്ധനായിരുന്നു എന്ന് ഗുരുനാഥൻ അറിഞ്ഞു. സാരഥി വേഗം കൂടുമ്പോൾ ചാടിയിറങ്ങുകയും വേഗം കുറയ്ക്കാൻ കാത്തു നിൽക്കാതെ കയറിപ്പറ്റുകയും ചെയ്തപ്പോൾ യുധിഷ്ഠിരൻ്റെ നിരാശ പ്രകടമായിരുന്നു. എന്നേക്കാൾ ഏതാനും വയസ്സ് മൂപ്പുള്ള മിടുക്കനായ ഒരു സാരഥിയെ എനിക്ക് കിട്ടി, വിശോകൻ. ഇടത്തുനിന്നും വലത്തുനിന്നും കയറാനും ഇറങ്ങാനും വിശോകനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. യുദ്ധത്തിൽ സൂതൻ ഇടത്തിരിക്കുമ്പോൾ യോദ്ധാവ് വലത്തിരിക്കണം. വിവാഹയാത്രകളിൽ സൂതൻ വലത്തും യോദ്ധാവ് ഇടത്തും. വിവാഹം യുദ്ധമായി മാറുന്നത് എപ്പോഴും പതിവാണല്ലോ രാജകുമാരന്മാർക്ക്, അയാൾ ചിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. രഥപാഠങ്ങൾ തുടരാൻ ഭാവിക്കുമ്പോൾ ദ്രോണാചാര്യർ എന്നെ തേരിൽ നിന്ന് മാറ്റി. അസ്ത്രവിദ്യയിൽ ഞാൻ ആരുമാവില്ല എന്ന് കരുതിയതുകൊണ്ടോ എന്തോ എന്നെ അർജുനൻ്റെയും അശ്വത്ഥാമാവിൻ്റെയും കൂട്ടത്തിലേക്ക് അയച്ചു. മന്ദൻ അവിടെ പിന്നാലെ നിന്ന് വിഷമിക്കട്ടെ. പക്ഷേ അർജുനനെ അത്ഭുതപ്പെടുത്താൻ തന്നെ ഉറച്ചുകൊണ്ട് ഞാൻ സ്വകാര്യമായി രാത്രിയിൽ പരിശീലനം നടത്തി. വിശോകൻ സഹായത്തിനായി നിന്നു. എടുക്കുന്നതിലും തൊടുന്നതിലും പെരുത്ത ശീലമുള്ള ഞാൻ വളരെ സാവധാനത്തിലാവുമെന്ന് ദ്രോണർ കരുതിയിരിക്കണം. മന്ദ, നിനക്ക് നല്ലത് ഗധയാണ് എന്ന് പറയലാവും അടുത്ത ഘട്ടം. അത്ഭുതം അർജുനനേക്കാൾ ദ്രോണാചാര്യർക്കായിരുന്നു. അകലെ കൊടിമരത്തിൽ തൂക്കിയിട്ട് മരം കൊണ്ടുള്ള വ്യാഘ്രമുഖത്തിൽ തുടരെ തുടരെ അമ്പുകൾ എയ്തു കൊള്ളിച്ചപ്പോൾ അദ്ദേഹം എന്നെ പതുക്കെ അഭിനന്ദിച്ചു. പിന്നെ ഉറക്കെ കൃപാചാര്യരുടെ ശിക്ഷണ പാഠത്തെ പുകഴ്ത്തി. എന്നിട്ട് എന്നെ കാര്യമായി വിളിച്ചുപദേശിച്ചു. രഥവിദ്യയും അസ്ത്രശാസ്ത്രവും പോലെ തന്നെ പ്രധാനമാണ് ക്ഷത്രിയന് ഗദായുധം, മഹാവീരന്മാരുടെ ആയുധം. സാമാന്യ പാഠങ്ങൾ കഴിഞ്ഞാൽ ഭീമസേനൻ അതിൽ മനസ്സൂന്നിയാൽ മതി. ശിഷ്യരുടെ അഭ്യാസബലങ്ങൾക്ക് അദ്ദേഹം നേരത്തെ അതിരുകൾ നിശ്ചയിച്ചിരുന്നു. ഇതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ദ്രോണാചാര്യരുടെ ഒരു അജ്ഞാതഭാവമാണ്. സൂക്ഷിച്ചു നോക്കുന്ന ആർക്കും അറിയാം, സൂതപുത്രൻ കർണന് അർജുനനേക്കാൾ വേഗമുണ്ട്. എന്നിട്ടും ദ്രോണർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. പ്രഥമ ശിഷ്യൻ്റെ പ്രശസ്തിയാണ് തൻ്റെ വിജയമെങ്കിൽ വെല്ലുവിളി വരാൻ പോകുന്നത് നിഷാദനിൽ നിന്നല്ല, സൂതപുത്രനിൽ നിന്നായിരിക്കും. അഭ്യാസ കാഴ്ചയെപ്പറ്റി പറയാൻ പിന്നെ നകുലൻ വന്നു. ആ ദിവസത്തേക്ക് വേണ്ടി അണിയാൻ നീലപ്പട്ട് വസ്ത്രവും ഇളം മഞ്ഞ ഉത്തിരിയവുമാണ് കരുതി വച്ചിരിക്കുന്നത്. അരയിൽ വലിയ ഒറ്റ വൈഢൂര്യം പിടിപ്പിച്ച സ്വർണ്ണ മേഖല, ഒരർദ്ധഹാരം മാത്രമേ താൻ കഴുത്തിലണിയുന്നുള്ളൂ. അത്രയൊക്കെ മതി. രംഗം അഭ്യാസ പ്രദർശനത്തിനല്ലല്ലോ. അവൻ സംശയം ചോദിക്കുന്നു. ഞാൻ ശരിയാണെന്ന ഭാവത്തിൽ ചിരിച്ചു. അണിയാൻ പോകുന്ന വസ്ത്രങ്ങളെപ്പറ്റിയോ ആഭരണങ്ങളെപ്പറ്റിയോ ഞാൻ ആലോചിച്ചില്ല. എന്തൊക്കെയായാലും ആളുകൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഈ വലിയ ശരീരത്തെ ആയിരിക്കും. മുടിപ്പൂവും മുത്തുമാലയും എന്നെ സുന്ദരനാക്കുമെന്ന് എനിക്ക് വ്യാമോഹമില്ല. ശരീരം മുതിർന്ന പുരുഷൻ്റേതുപോലെ വളർന്നുവെങ്കിലും എൻ്റെ മുഖത്ത് അർജുനനോളം ശ്രമശ്രുക്കളില്ല. തെറ്റിത്തെറിച്ചു കീഴ്ത്താടിയിൽ നിൽക്കുന്ന 4-5 ചെമ്പൻ രോമങ്ങൾ മാത്രം. ശരീരം കൂടുതൽ വളർന്നപ്പോൾ കഴുത്തു ചെറുതായതുപോലെ തോന്നി. ഒരുങ്ങിയില്ലേ? വിശോകൻ ചോദിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു. അവസാനം മഹോത്സവത്തിൻ്റെ സമയം അടുത്തെത്തിക്കഴിഞ്ഞു. നാന്ദിമുഖത്തിൽ വീണ്ടും ബലിയും പുണ്യാഹവും കഴിഞ്ഞപ്പോൾ പെറുമ്പുരകൾ മുഴങ്ങി. ബലി കഴിഞ്ഞ വേദിയിൽ ദ്രോണാചാര്യരും അശ്വത്ഥാമാവും നിൽക്കുന്നത് അഭ്യാസികളായ ഞങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ട മണ്ഡപത്തിൽ നിന്ന് കാണാം. ഞങ്ങൾ 5 പേരുടെ കൂട്ടത്തിൽ ആരുമില്ല. വിരുന്നുകാരായി താമസിച്ചു പഠിക്കുന്ന കുമാരന്മാരൊക്കെ കൗരവരുടെ കൂട്ടത്തിലാണ്. അവർക്കായി വെച്ച സ്ഥലം ഞങ്ങളുടെ വലതുവശത്താണ്. അതിനപ്പുറം സ്ത്രീകൾ, അക്കൂട്ടത്തിൽ അമ്മയുമുണ്ട്. വലിയച്ഛനും നടക്കുന്നതൊക്കെ അപ്പപ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള 2 അമാത്യന്മാർക്കും വേണ്ടി ഏറ്റവും ഉയരത്തിൽ സ്ത്രീകളിരിക്കുന്ന പടവുകളിൽ മുകളിൽ കെട്ടിയുറപ്പിച്ച കാഴ്ചപ്പുര ഒഴിച്ചിട്ടിരിക്കുന്നു. ബലിമണ്ഡപത്തിൽ പിന്നിൽ നിന്ന് ദുര്യോധനനും സംഘവും രംഗഭൂമിയിലേക്ക് കടന്നപ്പോൾ നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ചാവണം. കാഹളങ്ങൾ ശബ്ദിച്ചു. തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ, ജ്വലിക്കുന്ന ആഭരണങ്ങൾ, സ്വയം
വരമണ്ഡപത്തിലേക്കെന്ന പോലെയാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്. നകുലനും സഹദേവനും അവരുടെ ഉടയാടകൾ വിലയിരുത്തുകയായിരുന്നു. സ്ത്രീകളുടെ സംഘത്തിനിടയ്ക്ക് തിരിഞ്ഞു നടന്ന എൻ്റെ കണ്ണുകൾ അവസാനം അമ്മയെ കണ്ടെത്തി. അമ്മ ഒന്നാം നിരയിൽ തന്നെ, വിതുരപത്നിയായ പാർശ്വതി മറുവശത്ത് യുയുത്സുവിൻ്റെ അമ്മ. ശൂദ്രസ്ത്രീയായ അവർ വലിയമ്മയുടെ ഗർഭശുശ്രൂഷയ്ക്ക് നിന്ന ദാസിമാരിൽ ഒരാളായിരുന്നു. വലിയച്ഛന് അവരിലൊരു മകനുണ്ടായപ്പോൾ അവർക്ക് വേറെ ഒരു വീടും മകന് രാജാവിനെ അച്ഛ എന്ന് വിളിക്കാൻ അധികാരവും കൊടുത്തു അത്രേ. കൗരവപക്ഷത്തിൽ ഏറ്റവും പിന്നിൽ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുന്നത് യുയുത്സുവായിരുന്നു. വീണ്ടും പെരുമ്പറകൾ മുഴങ്ങി. ശംഖും പെരുമ്പറയും ചേർന്നുണ്ടായ ഘോഷത്തിൽ കാഹളങ്ങളുടെ സ്വരം ലയിച്ചപ്പോൾ വലിയച്ഛൻ ഇരുവശത്തുമുള്ള സഞ്ജയൻ്റെയും വിതുരൻ്റെയും ചുമലിൽ കൈവച്ച് കാഴ്ചയുടെ പടവുകൾ കയറാൻ തുടങ്ങി. അഭ്യാസ പ്രദർശനത്തിനുള്ള സമയമായി. പ്രായക്രമത്തിൽ കൃപാചാര്യർ പേര് വിളിക്കും. അദ്ദേഹമാണ് പ്രദർശനം നിയന്ത്രിക്കുന്നത്. ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യരും രംഗഭൂമിയുടെ ഒരറ്റത്തു നിന്ന് മേൽനോട്ടം നടത്തുന്നു. യുധിഷ്ഠിരൻ രഥവേഗവും നിയന്ത്രണവും കാണിച്ചു. അകലെ തൂണിൽ ഉറപ്പിച്ച ലോഹവരാഹത്തിലും ഉയരത്തിൽ തൂക്കിയിട്ട കാളക്കൊമ്പിലും അമ്പെയ്തു കൊള്ളിച്ചു. നേർത്തട്ടിൽ ഇരുന്നും കിടന്നും പുറംതിരിഞ്ഞു നിന്നും അമ്പെയ്തു കാണിച്ചു. കാംബോജത്തിൽ നിന്ന് വന്ന ഇളം തവിട്ടു നിറമുള്ള കുതിരകളെ സാരഥി താഴ്ത്തി തെളിച്ചപ്പോൾ അവ നിലം തൊടുന്നില്ല എന്ന് തോന്നക്കവണ്ണം പറന്നു. അക്ഷാഗ്രകീലത്തിൽ കെട്ടിയ വെള്ളിമണികളുടെ താളം മാറിക്കൊണ്ടിരുന്നു. രഥവേഗത്തിൻ്റെ പാരമ്യം കാട്ടി രാജാവിൻ്റെ കാഴ്ചയ്ക്ക് താഴെ വന്ന് കുതിരകൾ നിന്നപ്പോൾ യുധിഷ്ഠിരൻ താഴെ ഇറങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതിലേറെ ആകർഷകമായിരുന്നു ജ്യേഷ്ഠൻ്റെ അഭ്യാസ പ്രകടനം. സദസ്സ് ചെറിയ ആഹ്ലാദ ശബ്ദം കൊണ്ട് ജ്യേഷ്ഠനെ അഭിനന്ദിച്ചു. അടുത്തത് എൻ്റെ ഊഴമായിരുന്നു. അങ്കണത്തിലിറങ്ങുമ്പോഴും എന്തു ചെയ്യണമെന്ന് നിശ്ചയിച്ചിരുന്നില്ല. വന്ദനങ്ങൾ കഴിഞ്ഞു തേരിൽ കയറിയപ്പോൾ വിശോകൻ വില്ലും ആവനാഴിയും നീട്ടി. ആവനാഴി ബന്ധിക്കുമ്പോൾ വിശോകൻ പറഞ്ഞു, രഥവേഗം ഇനി കുട്ടികളെ രസിപ്പിക്കാൻ വേണമെങ്കിലാവാം. വേണമെന്നില്ല. ലോഹവരാഹത്തിൻ്റെ വായിൽ മുനമ്പെയ്തു. മൂന്നും വായിൽ തറച്ചപ്പോൾ ജനങ്ങൾ ഒന്ന് ഇളകിയിരുന്നു എന്ന് തോന്നി. യുധിഷ്ഠിരൻ ഒരമ്പാണ് കൊള്ളിച്ചത്. വിശോകൻ രാത്രിയിലെ പരിശീലനത്തിനിടയ്ക്ക് പറയാറുള്ളതുപോലെ മന്ത്രിച്ചു, ഇനി കാളക്കൊമ്പിലേക്ക്. വേഗം കാട്ടേണ്ട മുഹൂർത്തം. ഒന്നിനു പിറകെ ഒന്നായി 7 അമ്പുകൾ പറന്നു. ലക്ഷ്യം കണ്ണിലല്ല കാണേണ്ടത്, മനസ്സിലാണെന്ന നാഗൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. 7 അമ്പുകളും അയച്ചു. വില്ലും താഴ്ത്തി വിശ്വാസം വരാൻ വീണ്ടും നോക്കി. പിഴച്ചില്ല. വിശോകൻ മുഖം തിരിക്കാതെ പറഞ്ഞു. അപ്പോൾ സദസ്സിൻ്റെ അത്ഭുത പ്രകടനം കുറേ കൂടി ഉച്ചത്തിലായി. അപ്പോൾ ദ്രോണാചാര്യർ ധൃതിയിൽ അടുത്തേക്ക് വന്നു. ഗദായുധം കാണിക്കൂ. അസ്ത്രവിദ്യ കാട്ടാൻ വേറെ പലരുമുണ്ട് പിന്നാലെ. ഗദായുധം, ഗദായുധം. ഞാൻ അദ്ദേഹത്തെ നോക്കി. കറുത്ത ശരീരത്തിൽ പൂണൂൽ വിയർപ്പിൽ പറ്റിക്കിടക്കുന്നു. നരച്ച താടിയുടെ തുമ്പത്ത് ഇറ്റുവീഴാൻ പാകത്തിൽ നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ. ബലിക്കളത്തിലെ ചോരയുടെ മണം പിടിച്ച് ആകാശത്ത് പരുന്തുകൾ വട്ടമിടുന്നത് നേരത്തെ ഞാൻ കണ്ടിരുന്നത്. അമ്പ് കൊള്ളാവുന്ന ഉയരത്തിൽ അതിലൊന്ന് പറന്നു താഴുമ്പോൾ ഏതു വീഴ്ത്തണമെന്നാണ് അടുത്തതായി ഞാൻ നിശ്ചയിച്ചിരുന്നത്. ചടങ്ങുകൾ കഴിയുമ്പോൾ അമ്മയ്ക്കൊരു ഉപചാരവന്ദനം കൂടി സ്വന്തം നിലയ്ക്ക് ചേർക്കണമെന്നും കരുതിയിരുന്നു. മന്ദാ, സമയം പോകുന്നു. വിശോകന് അമ്പും വില്ലും തിരിച്ചേൽപ്പിച്ച ഞാൻ തേർത്തട്ടിൽ നിന്ന് ഗദയെടുത്തു. ആരോടെല്ലാമോ അരിശം തോന്നി. ഇരുമ്പ് കെട്ടിയ ഗദ വായുവിൽ ചുഴറ്റി ഞാൻ ദ്രോണാചാര്യരോട് ക്രോധം പുറത്തു വരാത്ത വിധം ചോദിച്ചു, ആരോടാണ് അഭ്യാസം കാട്ടേണ്ടത്? ഒരു പ്രതിയോഗിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നില്ല ഞാൻ. കൗരവ മണ്ഡപത്തിൽ നിന്ന് ഘോഷം കേട്ടു നോക്കുമ്പോൾ ദുര്യോധനൻ നിൽക്കുന്നു. കൗരവരിൽ മൂത്തവനും പാണ്ഡവരിൽ രണ്ടാമനും തമ്മിലുള്ള കിടമത്സരത്തെപ്പറ്റി ഊഹങ്ങളുള്ള കാഴ്ചക്കാരിൽ നിന്ന് ഉത്സാഹത്തിൻ്റെതായ ആരവമുയർന്നു. അംഗവസ്ത്രവും ആഭരണങ്ങളും അഴിച്ച് ദുശാസനനെ ഏൽപ്പിച്ച് ദുര്യോധനൻ രംഗഭൂമിയിലേക്ക് എടുത്തു ചാടി. 3 പരിചാരകർ ഗദയുമായി മുന്നിൽ നിന്നു. മുകളിലേക്ക് പിടിച്ച് കനം നോക്കി ഒന്ന് നിരസിച്ച് രണ്ടാമത്തേത് സ്വീകരിച്ച് ദുര്യോധനൻ എൻ്റെ നേരെ സാവധാനത്തിൽ വന്നു. ദ്രോണരും പരിചാരകരും പിൻവാങ്ങി. ഒരുങ്ങാൻ എനിക്കൊന്നുമില്ല. തടസ്സമായി നിൽക്കാവുന്ന ഒരാഭരണവുമില്ല. അടുത്തെത്തിയ ദുര്യോധനൻ പറഞ്ഞു, കാഴ്ചക്കാർ നിരാശപ്പെടരുത്. എന്നേക്കാൾ 1.5 വിരൽ പൊക്കമുണ്ട് ദുര്യോധനന്. അതുകൊണ്ട് ശരീരത്തിൻ്റെ വലിപ്പം അല്പം കുറവാണെന്ന് തോന്നും. അവൻ്റെ കരുത്ത് നിസ്സാരമല്ല എന്നെനിക്കറിയാം. കാഴ്ചക്കാരുടെ മുമ്പാകെ വെച്ച് എന്നെ തോൽപ്പിച്ചു ജേതാവാകാൻ കിട്ടിയ അവസരം അവൻ വിടില്ല. പക്ഷേ അവനറിയാത്തൊരു രഹസ്യമുണ്ട്. എനിക്കിത് മത്സരമല്ല. പ്രമാണക്കൊടിയിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ദുസ്വപ്നം ഇന്നു മുതൽക്കുണ്ടാവരുത്. ഇതാ, പകരം വീട്ടാൻ എനിക്കായി ഈ രംഗം മുഴിച്ചിട്ടിരിക്കുന്നു.
പകൽ വെളിച്ചത്തിൽ 10,000 പേരുടെ മുമ്പിൽ. ജാതകത്തിൻ്റെ മുറിയിൽ നിന്നുകൊണ്ട് ദുര്യോധനൻ വീണ്ടും പറഞ്ഞു, മന്ദ, കാണികൾ നിരാശപ്പെടരുത്. ഞാൻ നിൽക്കുന്നത് വലിത്തത്തിലാണ്. നേരത്തെ നിശ്ചയിച്ചിട്ടൊന്നുമല്ല. അയാൾ നിലപാടു മാറ്റി ഗദ വീശിയടിച്ചു. പ്രത്യാലീഢത്തിൽ നിന്ന് ഞാൻ തടുത്തില്ല. പിന്നിലേക്കാഞ്ഞ് ശരീരത്തെ തൊട്ടില്ല എന്ന പോലെ ഗദ എഴിഞ്ഞുപോയി. സദസ്സിൽ നിശബ്ദത ഇപ്പോൾ കാതുകളിൽ ഇരമ്പി. രണ്ടാമത്തെ പതനം ഞാൻ തടുത്തു. അവൻ്റെ കൈക്കരുത്തിനെപ്പറ്റി ബോധ്യം വന്ന ഞാൻ ആക്രമിച്ചു കയറി. മന്ദനായ ഭീമന്റെ ഗതാവേഗത്തെപ്പറ്റി ആയുധപാഠത്തിനിടയ്ക്ക് കണ്ട അവൻ കണക്ക് കൂട്ടി വെച്ചതൊക്കെ തെറ്റ്. ഇപ്പോഴാണ് അമ്പരക്കുന്നത്. ഒഴിഞ്ഞു വാങ്ങും തോറും ഞാൻ അടിച്ചു കയറി. ഇരുമ്പ് കെട്ടുകൾ കൂട്ടിയിടിക്കുമ്പോൾ തീപ്പൊരികൾ ഉയർന്നു. പിൻവാങ്ങിക്കൊണ്ടിരുന്ന അവൻ്റെ അഹന്തയെ ആക്രമിക്കാനായി വാക്കുകളും കിട്ടി. ഭീരു, ഇത് യുദ്ധമാണ്, നൃത്തമല്ല. പതുക്കെയാണെങ്കിലും അവൻ്റെ ശക്തി ക്ഷയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. വിയർപ്പ് കടഞ്ഞു കളയാൻ ശ്രമിച്ച് പൊരുതി നിൽക്കുമ്പോൾ അവൻ വികൃത ശബ്ദത്തിൽ മുരണ്ടു. എൻ്റെ അവസരം അടുത്തടുത്ത് വരുന്നുണ്ട്. പിൻവലിച്ച ഗദ വീണ്ടും ഉയർന്നതിനിടയ്ക്ക് ഇടവാരി അവൻ ചിലപ്പോൾ രക്ഷിക്കുന്നില്ല. കാൽച്ചുവട് പൊടുന്നതിനെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞാൽ വാരിയലിൽ ഗദ വീഴാൻ പഴുതു കണ്ടുവെന്ന് വരാം. അവൻ കുറെ കൂടി തളരണം. അവസരം അടുത്തെത്തുമെന്ന് ഉറപ്പിച്ച് ഞാൻ പൊരുതി. കാണികളുടെ മുമ്പാകെ തൻ്റെ പ്രതാപം ക്ഷയിക്കുന്നുവെന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ ആവണം അവൻ പുതിയ ശൗര്യത്തോടെ ഇരച്ചു കയറി. പ്രമാണക്കൊടിയെപ്പറ്റി ഓർത്താൽ മതി, തളരാതെ ഞാൻ അസ്തമനം വരെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ്റെ കൈകളുടെ വേഗം കുറയുന്നുണ്ട്. കൊല്ലുന്നൊരു നിമിഷത്തിൻ്റെ വിടവിനു വേണ്ടി കാക്കുന്ന ഗദ ഒരു ജീവനുള്ള വസ്തു പോലെ എൻ്റെ കൈപ്പിടിയിൽ പുളഞ്ഞു. മനസ്സിലെ ആഹ്ലാദം എൻ്റെ മുഖത്ത് കണ്ടിട്ടാവണം. അവൻ്റെ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ പെരുങ്ങി. ഇത് പ്രമാണക്കൊടിയുടെ ഓർമ്മയ്ക്ക്. നിർത്തൂ! പല ശബ്ദങ്ങൾ. വിജയം അടുത്ത സമയത്ത് കൈ പിൻവലിക്കേണ്ടി വന്നു. നിർത്തൂ, നിർത്തൂ! പല ശബ്ദങ്ങൾ എൻ്റെ ചുറ്റും. എൻ്റെ മുന്നിൽ അശ്വത്ഥാമാവ് ദുര്യോധനനെ മറച്ചുകൊണ്ട് ചാടി വീണ് ഗർജിച്ചു. ഭീമസേന, നിർത്തൂ! ഞാൻ പതുക്കെ ഗദ താഴ്ത്തി. അപ്പോഴേക്കും ദ്രോണരും കൃപാചാര്യരുടെ മുമ്പിലെത്തി. ഇത് യുദ്ധമല്ല, അഭ്യാസ കാഴ്ചയാണ്. അവസാനമായി വന്ന് വൃദ്ധനായ ശുക്രാചാര്യൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, മതി, ധാരാളം മതി. ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അമ്പരന്നു. കാഴ്ചക്കാർ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ തിരികെ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ശബ്ദം അവ്യക്തമായി കേട്ടു. കാറ്റടങ്ങിയപ്പോൾ ഉലഞ്ഞു നിവരുന്ന ഓടക്കാടുകളുടെ മർമ്മരം പോലെ.